അമ്മാവാ, പഴയ ശിവയെ ഞാൻ അമ്മാവന് തിരിച്ചു തരും. പക്ഷെ ശിവയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയണം. അത് അമ്മാവൻ എന്നോട് പറഞ്ഞു തന്നേ പറ്റൂ. അല്ല, നല്ലതൊന്നും അല്ല പറയാനുള്ളത്. ഞാനിത് പറയുമ്പോ മോള് വിചാരിക്കും കള്ളം പറയാണെന്ന്. പക്ഷെ അല്ല. എന്നാലേ അതൊരു വലിയ കഥയാ. എന്തായാലും അമ്മാവൻ എന്നോട് കാര്യം പറ. എന്നാ പിന്നെ ഞാനത് ചുരുക്കി പറയാം. നിങ്ങളിവിടെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കാണോ? അവിടെ എന്തെല്ലാം ജോലി കിടക്കുന്നു. ഇങ്ങോട്ട് വന്നേ മനുഷ്യ. ഞാൻ വേറൊന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് കൊണ്ട് തോറ്റു. പിന്നെ പറയാം. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ. അമ്മായി വളരെ തന്ത്രപൂർവ്വം അമ്മാവനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയതാ. എന്തായിരിക്കും അമ്മാവൻ എന്നോട് പറയാൻ തുടങ്ങിയ വലിയ കഥ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ശിവയുടെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. അത് അമ്മാവനും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്കും അതറിഞ്ഞേ പറ്റൂ. അമ്മായി ഇരിക്കുന്നില്ലേ? അവളെ ഇരുന്നോളും. അവളെ എന്റെ ഭാര്യയാ. നിന്റെ ഭാര്യ ഇരിക്കാത്തതെന്തെന്ന് ചോദിക്കാത്തതാ. ജീവിക്കുന്ന കാലത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇല്ലെങ്കിൽ ജീവിതം മുരടിച്ചു പോകും. എന്തുവാ നോക്കിക്കൊണ്ടിരിക്കണേ? എടുത്ത് കഴിക്കട്ടെ അങ്ങോട്ടെ. നാത്തൂനെ, കറികളൊക്കെ ബ്യൂട്ടിഫുൾ. നാത്തൂനുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. ഓ, ഇവളതിനേ കൊള്ളാവൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാര്യ ഉള്ളത് തന്നെ ഒരു ഭാഗ്യല്ലേ അമ്മാവ? പിന്നെ എവള് കൊണ്ടുവന്ന ഭാഗ്യമെല്ലാം കൂടെ ഞാലമാരയിൽ കെട്ടിവെച്ചിരിക്കുക. ഞാൻ ഇതൊക്കെ വേണ്ടുവോളം പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇവള് ഏകദേശം വൃത്തിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പെങ്ങളെ എന്താ പറയുന്നു? ശരിയല്ലയോ? വിറക് വെട്ടാനും തേങ്ങ ചെണ്ടാനും അല്ലാതെ ചേട്ടന് വേറെ എന്തെങ്കിലും അറിയാവോ? എനിക്കോ? പെങ്ങളെ ഇരിക്കുന്ന ശിവയോടൊന്ന് ചോദിക്കും. പണ്ട് ഇവൻ ഇവിടെ നിന്ന കാലം അടുക്കള ഉത്സവപ്പറമ്പാക്കിയവരാ ഞങ്ങള്. അറിയാവോ? പിന്നെ ഞാനുണ്ടാക്കിയ കപ്പയും മീൻകറിയും കഴിച്ച് ഇവൻ ഇവിടെ കിടന്ന് തുള്ളി ചാടിയിട്ടുണ്ട്. അറിയാവോ? ചിലപ്പോ അവന്മാരുടെ കൂട്ടുകാരൊക്കെ കൂടെ വരും. അവന്മാർക്കെല്ലാം ഞാൻ തന്നെയാ വച്ച് വിളമ്പുന്നത്. തീറ്റ പാട്ട് കൂത്ത എന്ന് വേണ്ട. ഇവിടെ നേരം വെളുക്കുന്നത് വരെ ഒരു പൂരപ്പറമ്പായിരിക്കും. അറിയാവോ? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ല. അതാണ് കഴിക്കും മനുഷ്യ. പഴങ്കഥകളൊന്നും ഇവിടെ ആർക്കും കേൾക്കാം. അവള് പഴം ചോദിച്ചു. അമ്മാവൻ പറയട്ടെ. ശിവയുടെ ജീവിതത്തിലെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ? അങ്ങനെ അവനെ വലിയ സന്തോഷമൊന്നും അല്ല. പിന്നെ ചിലതൊക്കെ അവനെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാ. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. ഇവനെ മെന്റൽ ആശുപത്രിയിലാക്കിയവരൊക്കെ ഇപ്പൊ വലിയ സിനിമാ നടികളല്ലയോ? ചേട്ടാ, മോനെ ശിവ. ശിവ, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മനുഷ്യ, ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയരുതെന്ന്. ഞാനേ അറിയാതെ പറഞ്ഞു പോയതാ. ഇവനിങ്ങനെയൊക്കെ കാണിക്കുന്നു ഞാൻ അറിഞ്ഞിരുന്നോ? അപ്പൊ ശിവയുടെ പ്രേമം ഇവിടെ വെച്ചായിരുന്നു അല്ലേ? ഇതുപോലെ ബാക്കി ഞാൻ അറിയും. നോക്കിക്കോ. ഫുഡ് കഴിക്കാതെ അവൻ എണീറ്റ് പോയല്ലോ നാത്തൂനെ.
സാരമില്ലമ്മേ, ശിവയെ ഞാൻ വിളിച്ചോണ്ട് വരാം. അമ്മ കഴിക്കാം. ഇവനെ മെന്റൽ ആശുപത്രിയിലാക്കിയവരൊക്കെ ഇപ്പൊ വലിയ സിനിമാ നടികളല്ലയോ? അമ്മാവൻ പറഞ്ഞു നീ കാര്യമാക്കണ്ട. അറിയാതെ നാവിൽ നിന്ന് വീണുപോയതല്ലേ. അമ്മാവന്റെ സ്വഭാവം നിനക്കറിയില്ലേ. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പറയും. അതിന്റെ വരുമുരായികൾ ആലോചിക്കാനുള്ള കഴിവില്ല. ഏട്ടാ, ഏട്ടനൊരു ഭ്രാന്തനായിട്ട് ആരും കാണുന്നില്ല. എല്ലാവർക്കും ഏട്ടനോട് ബഹുമാനം, സ്നേഹം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. സമനില തെറ്റിപ്പോയവന്റെ ധർമ്മസങ്കടം ഏട്ടനറിയോ? ഭ്രാന്ത് ഇല്ലാന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഭ്രാന്തന്റെ നോട്ടമെന്ന് പറയും. ഒന്ന് ചിരിച്ചാൽ അതും ഭ്രാന്തന്റേതാണെന്നേ പറയൂ. നമ്മുടെ ബന്ധുക്കൾ പോലും അവരുടെ കുട്ടികളെ എന്റെ അടുത്തേക്ക് വിടില്ല. പേടിയാ, എല്ലാവർക്കും പേടിയാ. ശിവ, നിന്റെ സങ്കടം ഏട്ടനറിയാം. നീ ഒറ്റപ്പെട്ടു പോയ ഒരു രാത്രി പോലും നിന്നെക്കുറിച്ച് ഓർക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നീ അനുഭവിച്ചതിനേക്കാൾ എത്രയോ വലിയ വേദന ഞാൻ അനുഭവിച്ചു. നീ അനുഭവിച്ചതിനേക്കാൾ വലിയ സങ്കടം ആശുപത്രിക്ക് പുറത്ത് ഞാൻ അനുഭവിച്ചു. ശിവ, മൈസൺ, അമ്മാവൻ ഒരു വാപോയ കോടാലിയാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ കാര്യം ഓർത്തിട്ട് ഏട്ടന് നല്ല സങ്കടമുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞാ അത് നാവ് പിഴയായിട്ടേ വരികയുള്ളൂ. എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ജ്യോതി പറയും പോലെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനിയും എത്ര അല്ലെന്ന് പറഞ്ഞാലും ആത്യന്തികമായി ഞാനൊരു മാനസിക രോഗി തന്നെയാ. അല്ലേ അമ്മേ? ശിവ, ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയ് ശിവ. നീ പറയുന്ന എന്തും ഞങ്ങൾ സാധിച്ചു തരും. ഞങ്ങൾക്ക് ആ പഴയ ശിവയെ തിരിച്ചു കിട്ടിയാൽ മതി. ഞാനിപ്പോ തന്നെ തിരികെ പോയാലോ? ശിവ, എനിക്കിവിടെ പറ്റുന്നില്ല ഏട്ടാ. ഓർമ്മകൾ ഓരോന്നിങ്ങനെ എന്നെ കുത്തി നോക്കിയ. പൂജയും കർമ്മങ്ങളും ഒന്നും വേണ്ട, നമുക്ക് പോവാം. നോ മൈസൺ, പൂജ വെരി ഇമ്പോർട്ടന്റ് ആണ്.
നിന്റെ ലൈഫ് ഈ പൂജ കഴിയുന്നതോടുകൂടി ചേഞ്ച് ആവും. നീ കാരണം മുടങ്ങിയ പൂജകൾക്കുള്ള പരിഹാര ക്രിയകൾ നീ തന്നെ ചെയ്തേ പറ്റൂ. ഒരു 2 ദിവസം നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക്. കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് തിരിച്ചു പോവാം. എങ്ങോട്ട് തിരിഞ്ഞാലും അവളുടെ മുഖം, ചവിട്ടുന്ന കാലടിയിൽ പോലും മുള്ളുകൊണ്ട് തറയ്ക്കുന്ന പോലെ. ആരുടെയൊക്കെയോ അലർച്ചകൾ. ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം നാണക്കേടും വേദനയും മാത്രമേ ഉള്ളൂ. എന്നെ തിരിച്ച് ഭ്രാന്താശുപത്രി കൊണ്ട് വിട്ടേക്ക്. എനിക്ക് അവിടുത്തെ ഇരുട്ട് മതി. ശിവ, ഏട്ടോ, ജീവിച്ച് മതിയായി ഏട്ട. അങ്ങനെ പറയരുത് ശിവ. നിന്നെ ഞങ്ങൾക്ക് വേണം. നിങ്ങൾ പൊയ്ക്കോ. കുറച്ചു നേരം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിരുന്നോട്ടെ. പൊയ്ക്കോ ഏട്ടാ. ശിവ, ഈ മുറി നല്ല ഭംഗിയുണ്ടല്ലേ? ഈ വീട്ടില് ശിവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറി ഇതാ. എന്തായാലും എനിക്ക് ഈ വീട് നന്നായിട്ട് ഇഷ്ടമായി. എത്ര ഭംഗിയുള്ള സ്ഥലല്ലേ ഇത്. ഇത് പറയാനാണോ ജ്യോതി ഇങ്ങോട്ട് വന്നത്? അതൊന്നുമല്ല. പിന്നെ ഈ പട്ടിണി കിടക്കുന്നത് അത്ര മിടുക്കൊന്നും അല്ല കേട്ടോ. ആണെന്ന് ആര് പറഞ്ഞു? എന്നിട്ടാണോ ആഹാരം കഴിക്കാതെ ഇങ്ങനെ എണീറ്റ് പോന്നെ? സന്തോഷത്തോടെ ആഹാരം കഴിക്കാൻ കഴിക്കുന്ന ആള് മാത്രം വിചാരിച്ച പോരാ. വിളമ്പുന്നവരും ഒപ്പിരുന്ന് കഴിക്കുന്നവരും കൂടി വിചാരിക്കണം. അതെന്നെ ഉദ്ദേശിച്ചാൽ എനിക്കിട്ടുള്ളൊരു കുത്തു തന്നെയാണ്. ശിവ, അവരൊക്കെ ശിവയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാ. അബദ്ധത്തിൽ അമ്മാവന്റെ നാവിൽ നിന്ന് ഒരു പാഴ്വാക്ക് വീണുപോയി. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതൊക്കെ. ഒരു ഭ്രാന്തനായി മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നത് എത്ര വേദനയാണെന്ന് അറിയോ ജ്യോതിക്ക്? ഭ്രാന്താശുപത്രി കിടന്നിട്ടുണ്ടോ ജ്യോതി? അതിനുള്ളിൽ കിടക്കേണ്ടി വരുന്നവരുടെ മാനസിക സംഘർഷം ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭ്രാന്തില്ലാതെ തന്നെ അതെല്ലാം അനുഭവിച്ചവനാ ഞാൻ. ക്രൂരതയും പീഡനവും നടക്കുന്നത് സത്യത്തിൽ ആ ആശുപത്രി മുറിയില്ല. നമ്മൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ ഒരാളും കാണില്ല, ആരും കേൾക്കില്ല. മാനസിക രോഗിയുടെ വാക്കുകൾക്ക് എന്ത് വില? ഇരുട്ടിൽ മരണമെന്ന് തോളിൽ തൊട്ടുവിളിക്കുന്ന ഭീകര രാത്രികൾ.
അതൊക്കെ മറന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. കഷ്ടം. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അമ്മാവനോട് ഇത്തിരി സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. അമ്മാവന്റെ നാവിന് ലൈസൻസ് ഇല്ലാന്ന് എനിക്കറിയാം. സമാധാനമായി. എന്നാലും അവനോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. പിന്നെയും അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ കൈ കിട്ടിയത് എന്തെങ്കിലും എടുത്ത് ഞാൻ അമ്മാവന്റെ തലക്കടിച്ചത്. ഈശ്വര, ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. സമ്മതിച്ചു, അമ്മാവനൊരു അബദ്ധം പറ്റി. ഓ, അതിനെല്ലാവരും കൂടി അമ്മാവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. ശിവ ഒരുപാട് കാലം കൂടി ഇവിടെ വന്നിട്ട് അവരോട് പിണങ്ങി ഭക്ഷണം കഴിക്കാതിരുന്ന അവർക്കത് വിഷമാവില്ലേ? ശിവ പിണങ്ങിയ അവരെങ്ങനെ സന്തോഷത്തോടെ ഉറങ്ങാം? അതിന് ഞാനെന്ത് വേണം? എനിക്ക് ആരോടും പിണക്കില്ല. എന്നാ പിന്നെ വാ, വന്ന് ഭക്ഷണം കഴിക്കും. വേണ്ട, വിശപ്പ് പോയി. അത് പറഞ്ഞ പറ്റില്ല, വന്ന് കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ. എനിക്ക് പിണക്കമില്ലാന്ന് അവരോട് പറഞ്ഞാ മതി. പറച്ചിലല്ല, പ്രവൃത്തിയില്ല കാര്യം. ദേ, ഏട്ടത്തിയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശിവ കേൾക്കണം. ബാ, ഞാൻ വിളമ്പിത്തരാം. വന്ന് കഴിക്ക് ശിവ. ഞാനല്ലേ വിളിക്കുന്നേ? ദേ, ഇനി കൂടുതലൊന്നും ചിന്തിക്കണ്ട. വാ വാ. ഇവളാള് കൊള്ളാലോ. പുലിപോലെ വന്നവനെ എലിപോലെ ദേ കൊണ്ടുപോകുന്നു. ഒന്ന് വേഗം വാ ശിവ. വാ 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 ശിവ, ഇരിക്ക് ഇരിക്ക്. ആ, ഇരിക്കുന്നേ. അപ്പൊ വിളിച്ചാ വരാനൊക്കെ അറിയാം അല്ലേ? അപ്പൊ ഈ ഏട്ടത്തി പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. കഴിക്ക് ശിവ. എന്താ കഴിക്കാത്ത? കഴിക്ക. അതിന് ഞാൻ വാരി തരണോ? വേണ്ട. കഴിക്ക. എന്താ ഈ ഒളിഞ്ഞു നോക്കുന്നേ? ഞാനേ ഇവൻ ആഹാരം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നതാ. എന്നാലും അവന് എങ്ങനെ ദേഷ്യം തോന്നി? ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട. അവന് ജ്യോതിയോട് വലിയ റെസ്പെക്ട് ലവുക. ആണോ? ആ, അവൾ അവനെ നേരെയാക്കും. ആക്കിയാ മതി. ആ, ബാധ്യതയാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഓക്കേ. മതി. കുറച്ചുകൂടെ കഴിക്ക്. എനിക്ക് മതി. അതെ, അവനെ വിളമ്പി കൊടുത്തും ഊട്ടിക്കൊടുത്തും സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ
സ്വന്തം തടി കേടാവാതെ നോക്കണം കേട്ടോ. ഭ്രാന്തളകിയാ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല, അറിയാവോ? അമ്മാവന്റെ ഈ സംസാരം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാ. ശിവ വയലന്റ് ആയ പിന്നെ എന്താ ഉണ്ടാവുക അമ്മാവൻ അറിയാലോ. അമ്മാവാ, ഈ അമ്മാവൻ നേരത്തെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതാരുടെ കാര്യോ? അതെ കൊച്ചെ, നീ എന്നെ വെറുതെ വിടത്തില്ലല്ലോ. അമ്മാവാ, ആ അമ്മാവനറിയാം ആരാ പെൺകുട്ടി. അമ്മാവാ ഒന്ന് പറയുന്നേ. എന്താ ആരാ പെൺകുട്ടി? ഞാനോട് പറയരുത് കേട്ടോ. ഇല്ല, അവളെ ഇപ്പൊ വലിയൊരു സിനിമ നടിയാ.